ലോകരാഷ്ട്രങ്ങൾക്ക് ഇടയിൽ പോലും വിശ്വമഹാഗുരുവിന്റെ കൃതികൾ പഠന വിഷയമാക്കുകയും ഗുരുവിന്റെ ജീവചരിത്രം അത്ഭുതത്തോടെ നോക്കിക്കാണുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ഗുരുവിന്റെ ചൈതന്യം നേരിട്ട് കാണുകയും ഗുരുവിന്റെ സാമീപ്യം അനുഭവിച്ച് അറിഞ്ഞവർ ആരെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ വാ, നമുക്ക് പോകാം. ആലപ്പുഴ ജില്ലയിൽ കായംകുളത്ത് മഹാഗുരുവിന്റെ പാദസ്പർശത്താൽ പുണ്യമായ പ്രകൃതി മനോഹരമായ പുതുപ്പള്ളി എന്ന കൊച്ചു ഗ്രാമത്തിലേക്ക്. അവിടെ വളരെ പ്രത്യേകതയുള്ള ഒരു ധ്യാന കേന്ദ്രമുണ്ട്. 6163 ശ്രീനാരായണ ഗുരുകുലം ശാഖാ ധ്യാന പഠന കേന്ദ്രം എന്നറിയപ്പെടുന്ന ഈ ധ്യാന കേന്ദ്രം കേരളത്തിലെന്നല്ല, ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ധ്യാന കേന്ദ്രമാണ്. ഇത് ഞാൻ പറയുന്നതൊന്നുമല്ല കേട്ടോ. ഇവിടെ സന്ദർശിച്ചു പോയിട്ടുള്ള മഹാപണ്ഡിതന്മാർ അവരുടെ അനുഭവത്തിൽ നിന്നും പറയുന്നതാണ്. ഈ ധ്യാന മന്ദിരത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്നത് മറ്റു എല്ലാ ക്ഷേത്രങ്ങളിലും മന്ദിരങ്ങളിലും ദീപം തെളിയിക്കാനും പൂജ ചെയ്യാനും പൂജാരിമാർ കാണും. നമ്മൾ ഭക്തർ അമ്പലത്തിന് വെളിയിൽ നിന്നാണ് പ്രാർത്ഥിക്കാറ്. എന്നാൽ ഇവിടെ ഭക്തര് ധ്യാന മന്ദിരത്തിനകത്ത് കയറി അവരവർ തന്നെ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കാം എന്നതാണ്. ധ്യാന മന്ദിരത്തിനകത്തേക്ക് നമ്മൾ കടക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ആൽമരത്തിന് ചുവട്ടിൽ ഇരുന്ന് തേജസ്സോടെ ധ്യാനിക്കുന്ന ഗുരുവിനെയാണ്. മറ്റൊരു മന്ദിരത്തിലും കാണാൻ കഴിയാത്ത രീതിയിൽ ആണ് ഗുരുവിനെ ഇവിടെ നമുക്ക് ദർശിക്കാൻ കഴിയുന്നത്. ആ കണ്ണുകൾക്കൊരു വല്ലാത്ത തേജസ്സാണ്. കൂടാതെ ഗുരുവിനോടൊപ്പം ഇവിടെ ഇരുന്ന് ധ്യാനിക്കാം. പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു ഏകാന്തതയും ഏകാഗ്രതയും ശാന്തതയുമാണ് നമുക്കിവിടെ ഇരുന്ന് ധ്യാനിക്കുമ്പോൾ കിട്ടുന്നത്. ഒരു പ്രത്യേക ചൈതന്യവും ഗുരുവിന്റെ സാമീപ്യവും നമുക്ക് അനുഭവിച്ച് അറിയാൻ കഴിയും. കൂടാതെ ഇപ്പോൾ ഒറ്റപ്പാലം സർവം വിശ്വം ജ്ഞാന ധ്യാന കേന്ദ്രത്തിലെ നിഷാജി മാമിന്റെ നേതൃത്വത്തിൽ ഈ ധ്യാന മന്ദിരത്തിൽ രോഗധനശാന്തി ധ്യാനയജ്ഞം എന്ന മെഡിറ്റേഷൻ പ്രോഗ്രാം നടന്നു വരികയാണ്. ഈ മെഡിറ്റേഷനിലൂടെ ഒരുപാട് ആളുകൾക്ക് രോഗത്തിന് ശമനവും മനഃശാന്തിയും ലഭിച്ചിരിക്കുന്നത്. ഗുരുവിൽ വിശ്വസിക്കുന്ന ശ്രീനാരായണീയർ ഒരിക്കലെങ്കിലും വരേണ്ട ഒരു സ്ഥലമാണിത്. ഈ ധ്യാന മന്ദിരം എല്ലാ ഗുരുദേവ ഭക്തരെയും ഈ ധ്യാന മന്ദിരത്തിലേക്ക് ഗുരുദേവ നാമധേയത്തിൽ സ്വാഗതം ചെയ്യുന്നു, ക്ഷണിച്ചുകൊള്ളുന്നു.